ഇപ്പം വാട്സപ്പിൽ ഒരു ചാറ്റിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില മെസ്സേജസ് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ചിലപ്പം ഒരു മെസ്സേജൊക്കെ പിൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒന്നിൽ കൂടുതൽ മെസ്സേജസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ചാറ്റിൽ എങ്ങനെ ഒന്നിൽ കൂടുതൽ മെസ്സേജസ് നമുക്ക് പിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ടോപ്പിൽ കിടക്കുന്നതായിരിക്കും. അതിൻ്റെ താഴെ കുറേ മെസ്സേജസ് വന്നാലും ആ ഒരു മെസ്സേജ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഒന്നിൽ കൂടുതൽ മെസ്സേജസ് ഒരു ചാറ്റിൽ പിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാറ്റ് സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ചാറ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് പിന്ന് ചെയ്യേണ്ട ആ ഒരു മെസ്സേജ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു മെസ്സേജ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു മെസ്സേജിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ പിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിന് പിൻ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിളിന് 24 മണിക്കൂർ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 30 ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് പിന്നാവുന്നതായിരിക്കും. ഇനി കൂടുതൽ മെസ്സേജസ് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് രണ്ടാമതൊരു മെസ്സേജ് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ പിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ എത്ര നേരത്തേക്ക് ഈ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 24 മണിക്കൂർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും പിന്നിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജും കൂടി പിന്നാവുന്നതായിരിക്കും. ഇങ്ങനെ 3 മെസ്സേജസ് നമുക്ക് പിൻ ചെയ്യാൻ പറ്റും. 4ാമത്തെ മെസ്സേജ് പിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ മെസ്സേജ് റീപ്ലേസ് ആവുന്നതായിരിക്കും. എന്നിട്ടായിരിക്കും ഈ ഒരു മെസ്സേജ് പിന്നാവുക. എന്തായാലും 3 മെസ്സേജ് വരെ ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വാട്സപ്പ് ചാറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒന്നിൽ കൂടുതൽ മെസ്സേജസ് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.